നമസ്കാരം. ഇലക്ഷനാണ്. സിനിമാ സംഘടന ഇലക്ഷൻ്റെ കാലഘട്ടമാണ്. ഇപ്പോൾ 14-ാം തീയതി, ഓഗസ്റ്റ് 14-ാം തീയതി നിർമ്മാതാക്കളുടെ സംഘടന ഇലക്ഷനാണ്. അതും ഈ പറഞ്ഞ പോലെ വലിയ മത്സരമാണ് നടക്കുന്നത്. നിർമ്മാതാക്കളുടെ സംഘടന ആദ്യമായിട്ടാണ് എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്ക് നിരവധി ആളുകൾ പത്രിക നൽകിയിട്ടുണ്ടെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. നിരവധി ആളുകൾ പത്രിക നൽകിയിട്ടുണ്ട്. അതിൽ ഔദ്യോഗിക പാനൽ എന്ന് പറഞ്ഞൊരു പത്രികയൊന്നും എക്സിക്യൂട്ടീവ് ഇല്ല. പക്ഷേ എന്നാൽ ഔദ്യോഗിക സ്ഥാനത്തേക്ക് ഔദ്യോഗിക പാനൽ എന്ന നിലയിലേക്കുണ്ട്. അവിടെ ഇപ്പം മത്സരത്തിലേക്ക് വരുന്നത് ഇന്ന് സൂക്ഷ്മ പരിശോധനയാണ്. ഇന്ന് വൈകിട്ട് 3 മണിക്കാണ്. ആരൊക്കെ പത്രിക തള്ളും എന്നൊക്കെ ഇന്ന് കണ്ടറിയാം. ഇപ്പോൾ എനിക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സാന്ദ്ര തോമസും രാഗേഷുമാണ് മത്സരിക്കുന്നത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇവർ രണ്ടുപേരും മാത്രമുള്ളൂ. ഒരാളും പ്രസിഡന്റ് വേണം. മൊത്തം വേണ്ടത് അതുകൂടെ പറയാം. മൊത്തം ഈ കമ്മിറ്റിക്ക് വേണ്ടത് 21 അംഗങ്ങളാണ്. അതിൽ 14 എക്സിക്യൂട്ടീവും മറ്റ് 7 സ്ഥാനത്തേക്കുള്ളവരാണ്. അങ്ങനെ 21 പേരാണ് ഈ ഭരണസമിതിയിലേക്ക് വേണ്ട നിർമ്മാതാക്കളുടെ സംഘടനയിൽ. ഈ പറഞ്ഞതുപോലെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സാന്ദ്ര തോമസും രാഗേഷും മത്സരത്തിനുണ്ട്. അവിടെ സജി നന്ദിയാട്ടും പത്രിക കൊടുത്തിട്ടുണ്ട്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട സാന്ദ്ര തോമസിൻ്റെ പത്രിക തള്ളുകയാണെങ്കിൽ സജി നന്ദിയാട്ട് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. ഈ സാങ്കേതികമായിട്ട് സാന്ദ്ര തോമസിൻ്റെ പത്രിക തള്ളും എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അങ്ങനെയെങ്കിൽ തള്ളിക്കഴിഞ്ഞാൽ സാന്ദ്ര തോമസ് കോടതിയെ സമീപിക്കുമെന്ന കാര്യത്തിൽ ഒരു മാറ്റവുമില്ല. സാന്ദ്ര തോമസ് പറയുന്നത് 3 സർട്ടിഫിക്കറ്റ് സെൻസസ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കേ ഉള്ളൂ ഔദ്യോഗിക സ്ഥാനത്തിലേക്ക് മത്സരിക്കാൻ കഴിയുള്ളൂ. 2 സർട്ടിഫിക്കറ്റ് അവരുടെ സ്വന്തം പേരിലും സാന്ദ്രയുടെ സ്വന്തം പേരിലും ഇതിനു മുമ്പ് ഫ്രൈഡേയുമായിട്ട് കൈകോർത്ത് ഇരുന്നപ്പോൾ അവിടെ സെൻസറിൽ സാന്ദ്രയുടെ പേര് വെച്ചുള്ള സർട്ടിഫിക്കറ്റുമാണുള്ളത് എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അതിൽ ബയലോ പ്രകാരം 13-ാം പേജിൽ 23-ാമത്തെ ഖണ്ഡികയായിട്ട് പറയുന്നുണ്ട് എവിടെയാണ് ആളുള്ളത് അവിടുത്തെ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയുന്നു. പക്ഷേ അതിന് കൃത്യമായ ഒരു രീതി ഉണ്ടോ എന്നൊരു സംശയം പ്രകടിപ്പിച്ചുകൊണ്ടാണ് സാന്ദ്ര തോമസ് രംഗത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ സാന്ദ്ര തോമസ് പത്രിക തള്ളിയ സാന്ദ്ര തോമസ് കോടതിയെ സമീപിക്കാനുള്ള സാധ്യത നമ്മൾ തള്ളിക്കളയുന്നില്ല. അങ്ങനെയാണെങ്കിൽ സാന്ദ്ര തോമസിന് പത്രിക തള്ളിക്കഴിഞ്ഞാൽ കോടതിയെ പോയി സ്റ്റേയിലേക്ക് പോകുമെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ സജി നന്ദിയാട്ട് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനുണ്ടാവും. അതോടൊപ്പം തന്നെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിലവിൽ സോബിയ പോളും അതോടൊപ്പം തന്നെ സന്ദീപ് സേനുമാണ് മത്സരം. അവിടെ മത്സരം ഉണ്ടാക്കാൻ വഴിയില്ല, വേറെ എതിരാളികളില്ല എന്നാണ് എനിക്ക്. അവിടെയും സജി നന്ദിയാട്ട് പത്രിക നടത്തുന്നുണ്ട്. സജി നന്ദിയാട്ട് ആ പത്രിക പിൻവലിച്ചാൽ അവിടെ മത്സരം ഉണ്ടാവില്ല. അതോടൊപ്പം തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ത്രികോണ മത്സരം എന്തായാലും നടക്കും. ഒരു മാറ്റവുമില്ല. ത്രികോണ മത്സരത്തിലേക്ക് വരുന്നത് ലിസ്റ്റ് ഷീഫാണ് ഔദ്യോഗിക പാനലിലുള്ള. അതോടൊപ്പം വിനയൻ മത്സരിക്കുന്നുണ്ട്. കല്ലൂർ ശശിയും മത്സരിക്കും. കല്ലൂർ ശശി കഴിഞ്ഞ തവണ മത്സരിച്ചിൽ അതിന് മുമ്പൊക്കെ ഈ ഔദ്യോഗിക പാനലുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് മത്സരിക്കാൻ അനുമതി കൊടുത്തില്ല എന്ന് പറഞ്ഞ് വലിയ വിവാദമുണ്ടായി. ഇത്തവണ അദ്ദേഹം മത്സരിക്കും. അങ്ങനെ 3 പേരവിടെ മത്സരത്തിനുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവിടെയും സജീന്ദ്രാട്ട് പത്രിക നൽകിയ സജീന്ദ്രാട്ട് ആ പത്രിക പിൻവലിക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. അതോടൊപ്പം സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നവരുടെ പേരാണ് പറഞ്ഞത്. ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് 3 പേര് പത്രിക നൽകിയിട്ടുണ്ട്. അവിടെ ഹംസയും ആൽബിൻ ആൻ്റണിയും അതാണ് ഔദ്യോഗിക പാനലിൽ വരുന്നത്. അവിടെ ആനന്ദ് പയ്യന്നൂർ പത്രിക നൽകിയിട്ടുണ്ട്. ആനന്ദ് പയ്യന്നൂർ കഴിഞ്ഞ വർഷവും ഇത്രയും വർഷങ്ങളായിട്ട് ഔദ്യോഗിക പാനലിൽ തന്നെയായിരുന്നു. ഔദ്യോഗിക പാനലിൽ മത്സരിച്ച ആനന്ദ് പയ്യന്നൂർ ഇത്തവണ ആവശ്യപ്പെട്ടാണ് എനിക്ക് ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനം വേണം. എന്നാൽ ഇവരെല്ലാവരും പറഞ്ഞ് അതിൽ നിന്നും മാറി നിൽക്കണം. പക്ഷെ അദ്ദേഹം മാറി നിന്നിട്ടില്ല. അദ്ദേഹം എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്ക് നൽകിയിട്ടുണ്ട്. അദ്ദേഹം മാറിയാൽ അവിടെ മത്സരം വരാതെ ഹംസയും ആൽബിൻ ആൻ്റണിയും വിജയിക്കും. അവിടെ അല്ലെങ്കിൽ ആനന്ദ് പയ്യന്നൂർ വന്നാൽ അവിടെ മത്സരം വരും. അതോടൊപ്പം തന്നെ ട്രഷറർ സ്ഥാനത്തേക്ക് ഇപ്പോൾ ഉള്ളത് സുബൈറും മഹാസുബൈറും അതോടൊപ്പം തന്നെ സജി നന്ദിയാട്ടുമാണ്. ഈ പറഞ്ഞ പോലെ അവിടെ 2 പേരാണുള്ളത്. മഹാസുബൈർ ഔദ്യോഗിക പാനലാണ്, സജി നന്ദിയാട്ട് ഔദ്യോഗിക പാനലല്ല. ഈ പറഞ്ഞതുപോലെ പ്രസിഡന്റ് സ്ഥാനത്തിന് പത്രിക തെളിയാൽ സജി നന്ദിയാട്ട് അവിടെ മത്സരിക്കും, അല്ലെങ്കിൽ ട്രഷറർ സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്നുള്ള വിവരമാണ് ലഭ്യമായിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ അവിടെയും മത്സരം നടക്കും. ഈ എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്ക് നിരവധി ആളുകൾ പത്രിക നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഉള്ളവരിൽ പത്രിക നൽകാത്ത ഒരാളുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്ന വിവരം ആഷിഖ് ഉസ്മാൻ പത്രിക നൽകിയിട്ട് ആഷിഖ് ഉസ്മാൻ എന്തായാലും മത്സരത്തിനില്ല എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു. ആഷിഖ് ഉസ്മാൻ അല്ല, വൈശാഖ് പത്രിക നൽകിയിട്ടുണ്ട്, എബ്രഹാം മാത്യു പത്രിക നൽകിയിട്ടുണ്ട്. അവരുടെ എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്കാണ്. കഴിഞ്ഞ കമ്മിറ്റിയിലുണ്ടായിരുന്ന വനിതാ മെമ്പർ ഉൾപ്പെടെ എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്ക് പത്രിക നൽകിയിട്ടുണ്ട്. എന്നാൽ അനിൽ തോമസ് ഇത്തവണ മത്സരത്തിനില്ല. അനിൽ തോമസ് ചേംബറിലാണ് മത്സരിക്കുന്നത്. ചേംബറിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ് അനിൽ തോമസ് മത്സരിക്കുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചേംബറിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടാണ് ചെറിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നത്. സജി നന്ദിയാട്ട് പത്രികയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഡിസ്ട്രിബ്യൂട്ടറാണ് ഇത്തവണ പ്രസിഡന്റ് സ്ഥാനമുള്ളത്. ചേംബറിൽ ഡിസ്ട്രിബ്യൂട്ടറിന് പ്രസിഡന്റ് സ്ഥാനം, ട്രഷറർ സ്ഥാനം ഡിസ്ട്രിബ്യൂട്ടറിനാണ് വരുന്നത്. അങ്ങനെ ഡിസ്ട്രിബ്യൂട്ടറാണ് എന്ന നിലയിലേക്കാണ് അദ്ദേഹം മുന്നോട്ട്. അതിനെതിരെ പരാതി നൽകിയിട്ടുണ്ട്. അദ്ദേഹം ഡിസ്ട്രിബ്യൂട്ടർ അല്ല, അദ്ദേഹത്തിൻ്റെ ഫോമിൽ കള്ളത്തരമുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരു വാദം ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ സജീന്ദ്രാട്ട് അതിനൊക്കെ മറികടന്നുകൊണ്ടാണ് അവിടെ പത്രിക നൽകിയിരിക്കുന്നത്. അങ്ങനെയല്ല എന്നുള്ള അദ്ദേഹം തെളിയിക്കുന്നുണ്ട്. എന്തായാലും തെളിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവിടെ മത്സരിക്കും, ഇല്ലെങ്കിൽ ഇവിടെ മത്സരിക്കുമെന്നാണ് എനിക്ക് കിട്ടുന്നത്. എന്തായാലും വലിയ കടുപ്പത്തിലുള്ള
ഒരു മത്സരമാണ് നിർമ്മാതാക്കളുടെ സംഘടനയിൽ നടക്കുന്നത്. ഇന്ന് 3 മണിക്ക്, വൈകിട്ട് 3 മണിക്ക് പത്രികയുടെ പരിശോധന, സൂക്ഷ്മ പരിശോധനയാണ്. അതിൽ ആരൊക്കെ പത്രിക തള്ളുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ പറഞ്ഞതുപോലെ വലിയ മത്സരത്തിലേക്ക് പോകുന്നു. സീനിയർ അംഗമായ സിയാദും കോക്കറും അതോടൊപ്പം തന്നെ സുരേഷ് കുമാറും എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്കുണ്ട്. അവർ ഇത്തവണ ഇല്ല എന്ന് അവർ കൃത്യമായി പറഞ്ഞു. പക്ഷേ എന്നാൽ ഇവർ വേണം എന്നൊരു നിലപാട് അംഗങ്ങൾക്കുണ്ട്. കാരണം അത്രയും സീനിയറാണ്, വർഷങ്ങളായിട്ട് ഈ സംഘടനയെ നയിച്ചുകൊണ്ടിരിക്കാൻ അവർ തന്നെയാണ്. അവർ പറയുന്ന വാക്കുകൾക്ക് ഒരു പരിധിവരെ അവിടെ എല്ലാവരും മുഖം കൊടുക്കാറുണ്ട്, കാത് കേൾക്കാറുണ്ട് എന്ന കാര്യത്തിൽ സംശയം. അതുകൊണ്ട് അവർ എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്ക് വേണമെന്നൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് അവർ മത്സരിക്കുന്നത്. ഇത്തവണ മാറി നിൽക്കണമെന്ന് വരെ അവർ ആലോചിച്ചു എന്നാണ് എനിക്ക് കിട്ടുന്ന ഒരു. പക്ഷേ എന്നാൽ അംഗങ്ങൾ ഭൂരിഭാഗവും പറയുന്നത്, ഒന്നടങ്കം പറയുന്നു എന്ന നിലയിലേക്ക് അവർ മത്സരിക്കുന്നുണ്ട്. എന്തായാലും മത്സരം കടുക്കാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. 7-ാം തീയതിയാണ് അതിൻ്റെ അന്തിമ വോട്ടർ പട്ടികയാവുള്ളൂ. ആരൊക്കെ പിൻവലിക്കുമെന്നുള്ളത് 7-ാം തീയതി ആകും. 7-ാം തീയതി വൈകുന്നേരത്തോടുകൂടി 3 മണിയോടുകൂടി തന്നെ അന്തിമ വോട്ടർ പട്ടിക ഈ മത്സരാർത്ഥികളുടെ ചിത്രം തെളിയുകയും ചെയ്യും. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. നിലവിൽ താരസംഘടന അമ്മയിൽ വലിയ വിവാദം കൊഴുത്തുകൊണ്ടിരിക്കുന്നു. അമ്മയിൽ വലിയ മത്സരമാണ്. അതിൻ്റെ ഇടയിലാണ് മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട കുക്കു പരമേശ്വരൻ്റെ വലിയ ആരോപണവുമായി ഒരു വിഭാഗം അന്ന് പങ്കെടുത്ത, ആ ഷൂട്ടിംഗ് സമയത്ത് പങ്കെടുത്ത വനിതകൾ രംഗത്ത് വന്നിട്ടുണ്ട്. അതെന്തായാലും വലിയ ആരോപണവും വലിയ ഗുരുതരമായ കുറ്റവുമാണ് കുക്കു പരമേശ്വരൻ ചെയ്തതെന്ന കാര്യത്തിൽ സംശയമില്ല. അത് വലിയ രീതിയിൽ ചർച്ച നടക്കുന്നുണ്ട്. എല്ലാ ചാനലുകാരും ചാനൽ ഏറ്റെടുത്തു. ഏറ്റവും ആദ്യം ആ വാർത്ത, ഇത്തരമൊരു വാർത്തയുണ്ട് എന്ന് പ്രേക്ഷകരെ അറിയിച്ചത് 1-2 ടോക്സിലൂടെ ഞാൻ തന്നെയാണ്. അന്ന് ആരുടെയും പേര് പറഞ്ഞില്ല. പക്ഷെ പിന്നീട് ആരാണ് ഈ മെമ്മറി കാർഡുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തി എന്ന നിലയിലേക്ക് മറ്റ് ചാനലുകളിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് കൃത്യമായി തന്നെ ഞാൻ കുക്കു പരമേശ്വരൻ്റെ പേര് ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുക്കു പരമേശ്വരൻ അതിലൊരു കുറ്റം ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുക. കുക്കു പരമേശ്വരൻ പല ആളുകളുടെ പേരിലേക്കും ഇത് അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നു. KPSൽ ഇത് മരിച്ചുയോ നമ്മുടെ ചേച്ചിയുടെ പേരിലേക്ക് നോക്കി. പക്ഷേ അത് കൃത്യമായി പൊന്നമ്മാവ് അത് എതിർത്തുകൊണ്ട് പറഞ്ഞു. അതിന് പൊന്നമ്മാവിൻ്റെ കയ്യിലാണെന്ന് പറഞ്ഞു. പക്ഷെ അതും എതിർത്തുകൊണ്ട് പൊന്നമ്മ ചേച്ചിയും രംഗത്ത് വന്നു. എന്തായാലും അതും അവിടെയും ഒരു തിറ മുട്ടിയായി തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. അൻസിബ ഹസൻ്റെ കേസ് നിലനിൽക്കുന്നുണ്ട്. അത് വനിതാ കമ്മീഷൻ കേസെടുക്കുന്നുണ്ട്. മത്സരങ്ങളിലെയും അതോടൊപ്പം തന്നെ ഇലക്ഷൻ്റെയും ഒരു കാലമാണ് ഓഗസ്റ്റ് 14-ഉം 15-ഉം. നമുക്ക് കാത്തിരുന്ന് കാണാം ആരാണ് ഭരണത്തിൽ വരിക, ആരൊക്കെയായിരിക്കും വിജയിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.